അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര നമ്മൾ ലണ്ടൻ പോവാണ്. അപ്പോൾ ഇനി കുറച്ച് ദിവസം നമുക്ക് ലണ്ടൻ കാഴ്ചകളൊക്കെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ ഒരു ചെറിയ ബാഗൊക്കെ എടുത്ത് ഞാൻ ഇറങ്ങി. ഇനിയിപ്പം ഇവിടുന്ന് ഞാൻ പണ്ടത്തെ വീഡിയോ കാണിച്ചിട്ടുള്ള പോലെ ബസ്സൊക്കെ പിടിച്ച് നമ്മൾ എയർപോർട്ടിലോട്ട് പോകുന്നു. അപ്പം ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ എയർപോർട്ടിലോട്ട് പോകുന്നത് എങ്ങനെയാണ് ആ സംഭവങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. നല്ലൊരു പ്ലസൻറ്റ് ഡേ ആണിന്ന്. ഇപ്പോൾ സമയം വൈകിട്ട് 5 മണി. 10 മണിക്കാണ് ഫ്ലൈറ്റ്. 2 മണിക്കൂർ യാത്രയുണ്ട് എയർപോർട്ടിലേക്ക്. ബസ്സിനൊക്കെ പോകുന്നുണ്ട്. കാറിന് പോവുകയാണെങ്കിൽ ഒരു 45 മിനിറ്റ് അത്ര മതി. അപ്പോൾ ഞാനിപ്പം വിക്ടോറിയ പാർക്ക് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടുന്ന് കയറിയാൽ നമുക്ക് എയർപോർട്ടിൻ്റെ അടുത്ത് വരെയുള്ള മെട്രോയ്ക്ക് ഇവിടുന്ന് ഒരു ലൈൻ കയറിയാൽ മതി. അപ്പം ട്രെയിൻ വന്നു. ഇനി ഈ ട്രെയിനിൽ കയറിയിട്ട് അങ്ങോട്ട് യാത്ര തുടർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വൈകിട്ട് 5 മണി ആ സമയമൊക്കെയാണ് സമയം. 5:05 ആയി. പക്ഷേ ട്രെയിനിലൊന്നും ഒരാൾ പോലും ഇല്ല. സാധാരണ ഈ സമയത്തൊക്കെ നല്ല തിരക്കുള്ളതാണ്. ഇവിടെ അറിയത്തില്ല എന്താണെന്ന്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തുള്ള സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇനി ഇവിടുന്ന് 900 ബസ്സാണ് എയർപോർട്ട് എക്സ്പ്രസ്. അതിനൊരു 10-20 മിനിറ്റ് ഇരുന്നാൽ നമുക്ക് അവിടെ എത്താം. എയർപോർട്ട് എക്സ്പ്രസ് ബസ് വന്നു. ഇനിയിപ്പം ഇതിന് കയറിയിട്ട് നമുക്ക് എയർപോർട്ടിൻ്റെ ടെർമിനൽ 1 ഉം 3 ആണ് ഞാൻ പറഞ്ഞ പോലെ ടൊറൻറ്റോയിലുള്ളത്. അപ്പം നമ്മുടെ ഫ്ലൈറ്റിൽ നിന്ന് ടെർമിനൽ 3 എന്നാണ്. ആദ്യ ടെർമിനൽ 1 പോകുന്നത്. പിന്നെ അത് ഇവിടുന്ന് 3 പോകുന്നത്. അപ്പം നമ്മൾ ടെർമിനൽ 3 വന്ന് ബസ് ഇറങ്ങി. ഇനിയിപ്പം നമ്മുടെ എയർലൈനിൻ്റെ സ്ഥലമൊക്കെ കണ്ടുപിടിക്കണം. എന്നിട്ട് ബോർഡിംഗ് പാസ്സൊക്കെ മേടിക്കണം. ഞാൻ ഓൺലൈൻ സെക്യൂരിറ്റിക്ക് ഇപ്പം ചെയ്തില്ല ഈ പ്രാവശ്യം. എല്ലാം നേരിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. 5 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. 6:50 ഞാൻ എയർപോർട്ടിലേക്ക് എത്തിയപ്പം. അപ്പം നമ്മുടെ യാത്ര ബ്രിട്ടീഷ് എയർവേസിനാണ്. അപ്പോൾ ഇനിയിപ്പം ബ്രിട്ടീഷ് എയർവേസിൻ്റെ കൗണ്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ഒരു സെക്യൂരിറ്റിയോട് ചോദിച്ചും പറഞ്ഞു കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് 4 എന്ന് എഴുതിയിരിക്കുന്ന അവിടെ പോയാൽ അവിടെയാണ് ബ്രിട്ടീഷ് എയർവേസിൻ്റെ കൗണ്ടർ ഉള്ളതെന്ന്. അപ്പം അങ്ങോട്ട് പോയി നമ്മൾ കൗണ്ടറിൻ്റെ അവിടെ എത്തി. അപ്പോൾ നമ്മൾ ചെക്കിനും സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് കയറിയപ്പോൾ ഇവിടെ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കയറി നമ്മൾ ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനിയിപ്പം നമുക്ക് നമ്മുടെ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഇനി നമ്മൾ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകുക. C33 ആണ് എൻ്റെ ഗേറ്റ്. സോ ഇങ്ങോട്ടാണ് ലീവ് ചെയ്ത് കാണിക്കുന്നത്. ഞാൻ ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യമാണ്. പുതിയ സ്ഥലങ്ങൾ കാണാനും പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നതിനും അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ ഇതിന് മുന്നേ ഒരിക്കൽ UK പോയിട്ടുള്ളതാണ്. പക്ഷേ ആ സമയത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ പോകുന്നു. അപ്പം ഞാനിവിടെ ബോർഡിങ് ചെയ്യുന്ന ഗേറ്റിൻ്റെ അവിടെ വന്ന് ഇരിപ്പായി. അവിടെ ബ്രിട്ടീഷ് എയർവേസിൻ്റെ ബോർഡിങ് തുടങ്ങിയിട്ടുണ്ട്. ഗ്രൂപ്പ് ഫസ്റ്റ് ക്ലാസ്സിനെയാണ് വിളിച്ചേക്കുന്നത്. നമ്മൾ ഗ്രൂപ്പ് 6 വന്നിട്ട്. അപ്പം നമ്മൾ ബോർഡ് ചെയ്തു. നമ്മുടെ സീറ്റ് വന്നിരുന്നു. വിൻഡോ സീറ്റ് തന്നെ കിട്ടി. അപ്പുറത്തങ്ങ് ദൂരെ KLMൻ്റെ ഒരു ഫ്ലൈറ്റ് കിടക്കുന്നതാണ്. അതായത് അതിൻ്റെ അപ്പുറത്തൊക്കെ വേറെ കിടപ്പുണ്ട്. ഏതാണ്ട് തിരിയുന്നില്ല. ഇവിടെ ഇപ്പം രാത്രി 10 മണിയാകുന്നു. ഈ വിങ്ങിൻ്റെ അവിടെ തന്നെയാണ് സീറ്റ്. പിന്നെ അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന എയർക്രാഫ്റ്റ് ബോയിങ് 777 ആണ്. അവർ നമുക്കൊരു ബ്ലാങ്കറ്റ് പോലത്തെ ഒരു സാധനം, ഒരു പില്ലോ ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. അത്യാവശ്യം ലെഗ് സ്പേസ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ സ്ക്രീനൊക്കെ ഉണ്ട്. അത്യാവശ്യം സിനിമയൊക്കെ കണ്ടുപോകാൻ. ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമ മലയാളം. ടർബോ, പ്രേമലു, വിശേഷം, ഇതൊക്കെ ഏത് സിനിമ കുറേ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ടേക്ക് ഓഫ് ചെയ്തു. നമ്മൾ കറക്റ്റ് ചിറകിൻ്റെ അവിടെയുള്ള സീറ്റാണ്. അതുകൊണ്ട് നമുക്ക് അത്ര നന്നായിട്ട് കാഴ്ചയൊന്നും കാണാൻ പറ്റുന്നില്ല. നമുക്ക് ദൂരത്തായിട്ട് നമുക്ക് ടൊറൻറ്റോയുടെ രാത്രി ദൃശ്യം കാണാൻ പറ്റും. ശരിക്കും കാണാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം ഇങ്ങനെ നമുക്ക് കാണാം പുറത്തേക്ക്. അകത്ത് ഞാൻ ഭരതനാട്യം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ സ്റ്റാർട്ടിങ് ചെയ്ത് കാണാനൊക്കെയായിട്ട്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു അടിപൊളി ഇങ്ങനെ നമ്മളിങ്ങനെ ഫ്ലൈറ്റ് ചെരിയുന്നൊരു ദൃശ്യമുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ആ സിറ്റി മൊത്തം കാണാം. ഇങ്ങനെ ചെരിഞ്ഞ് കറങ്ങുമ്പോഴത്തേക്ക് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് എത്തി. മാഷ് പൊട്ടറ്റോയും ചിക്കനും പിന്നെ കുറച്ചെന്ത് വെജീസും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് ഡ്രിങ്ക്സും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നേരെ കിടന്നുറങ്ങി. അങ്ങനെ ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോഴത്തേക്ക് നമ്മൾ ലണ്ടൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അയർലൻഡിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സ്നാക്ക് പോലെ കൊണ്ട് തരികയും ചെയ്തായിരുന്നു. മേഘങ്ങളുടെ ഇടയിലൂടെ പറന്ന് ഇപ്പം നമുക്ക് താഴെ ലണ്ടനിലെ വീടുകളൊക്കെ കാണാം. ആകാശദൃശ്യം ലണ്ടൻ്റെ
ഇനിയിപ്പോൾ നമ്മൾ ലാൻഡിങ്ങിലോട്ട് പോവുകയാണ്. ലാൻഡിങ്ങിനായിട്ട് എല്ലാവരും റെഡിയാകണമെന്നുള്ള രീതിയിൽ ഇപ്പോൾ അനൗൺസ്മെൻ്റ് ഒക്കെ വന്നു. അപ്പോൾ ഞാനിപ്പോൾ ലാൻഡ് ചെയ്യാൻ പോകുന്നത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ബിസിയസ്റ്റ് എയർപോർട്ടായ ലണ്ടൻ ഹിത്രൂവിലാണ് വന്ന് ലാൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സേഫായിട്ട് ലാൻഡ് ചെയ്തപ്പോൾ ഒരു നല്ല കുലുക്കമൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് 9:45 ആയപ്പോഴത്തേക്ക് എത്തി. 10 മണിക്ക് എത്തുന്ന പറഞ്ഞിട്ടും 15 മിനിറ്റ് നേരത്തെ എത്തി. ഇനിയിപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇമിഗ്രേഷൻ എടുത്ത് പോകണം. ഇപ്പോൾ ഇമിഗ്രേഷൻ്റെ ഇവിടെ നിൽക്കുകയാണ്. ഇമിഗ്രേഷൻ കഴിഞ്ഞിറങ്ങി. ഇമിഗ്രേഷൻ അവർ വലിയ ചോദ്യം ചോദിച്ചില്ല. വിസയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എത്ര ദിവസം നിൽക്കുന്നുണ്ടെന്ന് മാത്രം ജസ്റ്റ് ചോദിച്ചിട്ട് നമ്മുടെ വിസ ഓഫീസർ സ്റ്റാമ്പ് ചെയ്തത് നമ്മൾ പുറത്തോട്ടിറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ കസിൻ ചേച്ചി ഉണ്ട് ഇവിടെ ലണ്ടനടുത്ത് ബാസൽട്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അങ്ങോട്ട് ഏകദേശം 1.5 മണിക്കൂർ ട്രെയിനിന് യാത്രയുണ്ട്. അപ്പം നമ്മൾ ലണ്ടനിൽ നിന്ന് എയർപോർട്ടിൽ തന്നെ ഒരു ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇത് എന്താണ് ട്യൂബ് എന്നൊക്കെ പറയുന്ന സംഭവം പോലത്തെ ഒരു സംഭവം തോന്നുന്നു, എലിസബത്ത് ലൈൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനാണ് ഇനിയിപ്പോൾ നമ്മുടെ ബാക്കി യാത്ര. അപ്പോൾ ഈ കാണുന്നതാണ് ലണ്ടൻ നഗരത്തിലുള്ള മെട്രോ അല്ലെങ്കിൽ ട്യൂബിൻ്റെ ഒരു മാപ്പ്. ഞങ്ങളുടെ അവിടെയാണെങ്കിൽ ടൊറൻറ്റോയിലാണെങ്കിൽ ഒരു 3 ലൈനേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഒത്തിരി ലൈനൊക്കെ ഉണ്ട്. എല്ലാം ഫുൾ കണക്റ്റാണ്. അല്ലെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ ലണ്ടൻ അടിപൊളിയാണ്. പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നേ ഉള്ളൂ എല്ലാ ട്രാൻസ്പോർട്ടേഷനും. അപ്പം നമ്മളിപ്പം എനിക്ക് വെസ്റ്റ് ഹാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അതിന് വേറൊരു ട്രെയിനിലോട്ട് മാറി കയറണം. ഇതാണ് ശരിക്കും ട്യൂബ് എന്ന് പറയുന്ന ട്രെയിൻ. ഇത് ഭയങ്കര കുഞ്ഞതാണ്. ചെറിയ സൈസായിട്ട് ഇങ്ങനെ മണ്ണിൻ്റെ അടിയിൽ കൂടെ ഒക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ വെസ്റ്റ് ഹാം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിറങ്ങി. ഇവിടുന്ന് ഇനിയിപ്പം നമ്മുടെ നാഷണൽ റെയിലിൻ്റെ ട്രെയിനാണ്. അത് കുറച്ചുകൂടി വലിയ ട്രെയിനാണ്. C2C എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിനാണ് ഞാനിനി ബാസൽട്ടണിലേക്ക് പോകുന്നത്. അപ്പം അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറേ നമ്മൾ ട്യൂബിൻ്റെയൊക്കെ കുറേ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് പോകാനുള്ള C2C നാഷണൽ റെയിലിൻ്റെ ട്രെയിൻ വന്നു. അപ്പോൾ ഇപ്പം ഞാൻ ഇവിടുത്തെ ട്രെയിനൊക്കെ ഇപ്പോൾ പേ ചെയ്യുന്നത് എൻ്റെ ക്രെഡിറ്റ് കാർഡ്, കാനഡയിൽ ഞാൻ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് തന്നെയാണ്. ക്രെഡിറ്റ് കാർഡ് നമുക്ക് മിക്ക സ്ഥലത്തൊക്കെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതിനാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറേ ട്രെയിനൊക്കെ ഇവിടെ സൈഡിൽ C2C എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിനൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. കാരണം ഇവർ ഓരോ സ്ഥലത്തേക്കും ഓരോ പേരിലാണ്, നോർത്തേൺ, സദേൺ, സൗത്ത് ഈസ്റ്റേൺ അങ്ങനെയൊക്കെ പറഞ്ഞ് പല പേരിലാണ് ഇവിടെ ട്രെയിൻ സർവീസ് നടത്തുന്നത്. അപ്പോൾ നമ്മളിപ്പം ലണ്ടൻ്റെ നഗരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമുക്കിപ്പോൾ ഇവിടെ കൃഷി സ്ഥലങ്ങളും മറ്റും ഒക്കെ കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ബാസൽട്ടൺ സ്റ്റേഷനിൽ വന്നിറങ്ങി. ഇനിയിപ്പം ചേട്ടൻ കൂട്ടാൻ വരും. എന്നിട്ട് ഇനി നമ്മൾ പോയാൽ മതി. പണ്ട് ഇവർ ഈ ഫ്ലാറ്റിലായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നേരെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നേരെ ഈ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇത്ര നടന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ വേറെ വീടൊക്കെ മേടിച്ച് അങ്ങോട്ട് മാറി. അപ്പോൾ പിന്നെ കുറച്ച് ദൂരത്താണ്. അപ്പം അവർ കൂട്ടാൻ പറ്റും. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് ചേട്ടൻ കാർ കൊണ്ട് കൂട്ടാൻ വന്നു. കാറിൽ കയറി. ഇനിയിപ്പം ഇവിടുന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റും കണ്ടുള്ളൂ വീട്ടിലേക്ക്. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് ഒന്ന് ഫ്രഷൊക്കെ ആണ്. ഉറക്കമൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ അതെല്ലാം ഉണ്ട്. വീട്ടിൽ വന്നവിടെ നല്ല കേരള ഫുഡ് കുറേ നാൾക്ക് ശേഷം നാട്ടിലെ പോലെ ഫുഡൊക്കെ ഉണ്ട് കഴിച്ച് നേരെ കയറി കിടന്നു ഉറങ്ങി കഴിഞ്ഞിട്ടപ്പോഴത്തേക്ക് ഏകദേശം 6 മണി 7 മണി സമയമായി. അപ്പോൾ ഇവിടെ നല്ല വെട്ടമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഈവനിങ് വാക്ക് നടത്താൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് ഇവർ താമസിക്കുന്ന വീട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഈവനിങ് ടൈമിൽ പിള്ളേർക്കൊക്കെ അത്യാവശ്യം കളിക്കാൻ ഒക്കെ ഉള്ളൊരു ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്കിവിടെ ഒരു വലിയൊരു മെയിനായിട്ടുള്ളൊരു റോഡ് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നമ്മൾ പാലൊക്കെ ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു പാർക്ക് ഇവിടെ കാണാം. ഇവിടെയൊക്കെ ഉള്ളൊരു പ്രത്യേകതയാണ്, പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ചെറിയ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ സ്ഥലങ്ങളൊക്കെ പാർക്ക് പോലെ ഇങ്ങനെ സെറ്റാക്കിയിടും. അപ്പം പിള്ളേർക്ക് ഈവനിങ് സ്പെൻഡ് ചെയ്യാനും അങ്ങനെയായിട്ട് പിള്ളേരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ഇവിടെയും കാനഡയിലെല്ലാം നമുക്ക് ഒത്തിരി കാണാൻ സാധിക്കുന്നു. അപ്പോൾ പിള്ളേർ വന്നവിടെ തന്നെ ഓരോ സ്ഥാനത്ത് കയറി കളി തുടങ്ങി. ഇതെൻ്റെ നെഫ്യൂ ഡിയോങ്കുട്ടൻ ആൻഡ് ഇതെൻ്റെ നീസ് ദിയക്കുട്ടിയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനത്തെ പാർക്കിൽ വന്ന് അവരുടെ കളിയും പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോൾ ഞാനും ചേച്ചി ഇവിടെ ഇരുന്ന് ഇവരോരോന്നും ചെയ്യുന്നത് കണ്ട് അങ്ങനെ ആ ഒരു ഈവനിങ് അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഒത്തിരി സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അപ്പുറത്തൊക്കെ ആയിട്ട് കുറേ പിള്ളേർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട്.
അവിടുന്ന് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ കുറച്ചുകൂടി വലിയ പിള്ളേർ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് കാണാം. സൈക്ലിങ്ങും സ്കേറ്റിങ്ങും അങ്ങനെ ഈവനിങ് ആകുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങും. ആ ലൊക്കാലിറ്റിയിലുള്ള എല്ലാവരും ഇറങ്ങും. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു ചെറിയ പോണ്ട് ഉണ്ട്, അവിടെ ഒത്തിരി പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു ചെറിയൊരു കുന്നു പോലത്തെ ഒരു സ്ഥലത്തോട്ട് കയറിയപ്പോൾ ഒരു അടിപൊളി വ്യൂ. നമ്മളിങ്ങനെ താഴ്വാരത്ത് വെള്ളം കെട്ടി കിടക്കുന്നു, പിന്നെ ഇങ്ങനെ പച്ച പുല്ല് പിടിപ്പിച്ച പോലത്തെ ഒരു സ്ഥലം. അതിൻ്റെയൊക്കെ നല്ല ഭംഗിയായിരുന്നു. ഈവനിങ് ടൈമിൽ ഇങ്ങനെ ഇതിൽ നടക്കാതാകുമ്പോൾ വലിയ ചൂടും ഇല്ല വലിയ തണുപ്പും ഇല്ലാത്തൊരു ടൈമായിരുന്നു. അപ്പം ഇങ്ങനെ പാർക്കൊക്കെ ആസ്വദിച്ച്, ഈ പാർക്കിൻ്റെ പേര് ഗ്ലൂസെസ്റ്റർ പാർക്ക് എന്നാണ്. അപ്പം കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പം ലണ്ടനിലോട്ട് വന്ന ഫസ്റ്റ് വീഡിയോ ആണ്. ഇനി നമ്മൾ ലണ്ടനിലുള്ള ബാക്കി വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.